പ്രാണവായുവും കുടിക്കുവാൻ വെള്ളവും കഴിക്കുവാൻ ഭക്ഷണവും നൽകുന്ന അമ്മയാണ് പ്രകൃതിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വരും തലമുറയ്ക്കും സർവചരാചരങ്ങൾക്കും വേണ്ടി നാം വൃക്ഷത്തൈകൾ നട്ടുവളർത്തും. പ്രകൃതിയെ മാലിന്യമുക്തമാക്കുക എന്നത് എന്റെ ജീവിതചര്യയാക്കും. പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിൽ ഞാനും മിതത്വം പാലിക്കും. സർവജീവജാലങ്ങളുടെയും ഏക ആവാസഗേഹമായ ഭൂമിയുടെ സുരക്ഷ എന്റെ ധർമ്മമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. चमचम चमकी बिजली रानी, चमचम चमकी बिजली रानी, उड़ी गगन में गड़ा सुहानी, उड़ी गगन में गड़ा सुहानी, बादल दानी बादल दानी, बादल दानी बादल दानी, गूप झमाझम बरसो पानी, खूब झमाझम बरसो पानी। चमचम चमकी बिजली रानी, चमचम चमकी बिजली रानी, उड़ी गगन में घड़ा सुहानी, उड़ी गगन में गड़ा सुहानी, बादल दानी बादल दानी, बादल दानी बादल दानी। ഇങ്ങോട്ട് മാറില്ല, ഇങ്ങോട്ട് വരും. ആ പാവയ്ക്കൊന്ന് പൊക്കി പിടിക്കും. എവിടേക്കാണ് നീ ചാടി വീഴുന്നത്? ഇവിടെ ഇവിടെ നിനക്ക് ഇവിടെ നടക്കുന്നൊന്നും ബാധകമല്ലയോ? വേടം കിട്ടാൻ പോയിനി അച്ഛനൊപ്പരം. ഓ കൊള്ളാം, സ്ഥിരമായിട്ട് വെക്കോ. തെയ്യം കെട്ടും തെങ്ങേറ്റം ഒക്കെ പഠിച്ചാൽ മതി. തെയ്യം കെട്ട് പഠിച്ചിനി, തെങ്ങേറ്റം പഠിച്ചിട്ടില്ല. പറഞ്ഞില്ലടാ, നിന്നെയൊക്കെ പഠിപ്പിക്കുന്നതിനേക്കാൾ നല്ലത് ഞങ്ങൾ തെങ്ങ് കയറാൻ പോകുന്നതാ. പോടാ, പാചാ വന്നിരിക്കുന്നു. गूप झमाझम बरसो पानी, खूब झमाझम बरसो पानी। നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ പുറത്തു പോയേ? ആരോട് ചോദിച്ചിട്ടാന്ന്? എന്തെങ്കിലും മിണ്ടിയ തുടങ്ങി. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ക്ലാസ് ടൈമിൽ മറ്റ് ആക്ടിവിറ്റീസ് പാടില്ല എന്ന്. പോയിരിക്കെ. നീ എവിടേക്ക് പോണേ? അവളെ പോലെ കാണാൻ കൊച്ചുകുട്ടിയൊന്നുമല്ല നീ. അതിനനുസരിച്ച് ഇടപെടാൻ പഠിക്കണം ആരോടായാലും. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങൾക്കൊന്നും ക്ലാസ് സഫർ ചെയ്യാൻ ഞാൻ തയ്യാറല്ല. എന്ത് സെലിന ഇത്? ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം അറിയാലോ നിങ്ങൾക്ക്? അറിയാവുന്നോ ടീച്ചർക്കോ? നല്ല കാര്യമായിപ്പോയി. ഇതിപ്പോ കൂടുതൽ അറിയാവുന്ന എന്തെങ്കിലും. ടീച്ചറെ, ആ കുട്ടിയെ ക്ലാസ്സിലേക്ക് വിട്. ഇത് എന്റെ ക്ലാസ്, എന്റെ പീരീഡ്. എനിക്കറിയാം എന്താ വേണ്ടത്. സ്റ്റാഫ് ഒരുമിച്ചെടുത്ത തീരുമാനം ഇത്. ടീച്ചറും കൂടി സഹകരിക്കല്ലേ വേണ്ടത്? ഇത്രയും കാലം സഹകരിച്ചതൊക്കെ മതി. ടീച്ചറെ, നിങ്ങൾ എഴുത്തും വായനയും ഇവരൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു. ഒരാളും അതിനെതിരല്ല. അതെ, ആ പറഞ്ഞത് കറക്റ്റ്. അല്ല, ഞാൻ കഞ്ഞിപ്പരയിലൊന്ന് നോക്കിയിട്ട് വരട്ടെ.
ടീച്ചർക്ക് ഫീൽ ചെയ്ത് കാണുമെന്ന്. മാഷെ രാവിലെ തന്നെ എന്താ ഒരു തീയും പുകയും. ആ ഇപ്പൊ പുക മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങളൂടെ ചെന്ന് അത് ആളി കത്തിക്കണ്ട. ചാവ്. ആ അതിന് ഞാൻ ആ സാധനത്തോട് മിണ്ടിട്ട് വേണ്ടേ? എന്താ ഇങ്ങനൊരു ടീച്ചറുണ്ടോ എവിടെയെങ്കിലും? എന്തേ എതിർക്കല്, കണ്ണി കണ്ട എല്ലാം എതിർക്കല്. നിങ്ങൾ എന്തു പറഞ്ഞാലും അനീതി കണ്ട ഞാൻ എതിർക്കും. ആരായാലും എവിടെയായാലും എനിക്ക് പ്രശ്നമല്ല. ടീച്ചർ നിങ്ങൾക്ക് എന്തോ കാര്യം കുഴപ്പമുണ്ട്. പറ്റിയ ചികിത്സ ചെയ്യുന്നല്ല ഞങ്ങളോട് തട്ടിക്കയറിയിട്ട് യാതൊരു കാര്യമില്ല. ചികിത്സ വേണ്ടത് എനിക്കല്ല, നിങ്ങൾക്കാ. ഞാൻ പറയണോ നിങ്ങളുടെ അസുഖം എന്താണെന്ന്? എന്നാ ടീച്ചർ പറ, ഇവിടേക്ക് മുന്നേറ്റം പറ. വിട് മാഷെ. മാഷ് വിട്, അയാൾ എന്താ ചെയ്യാന്ന് കാണാലോ. ഒന്ന് മിണ്ടാണ്ട് നിക്ക് ടീച്ചർ. ഞാൻ പറഞ്ഞുതരാം അയാളുടെ. സെലിൻ പ്ലീസ്, കുട്ടികളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. മാഷ് ഒന്ന് വന്നേ. വാ മാഷേ, നിങ്ങൾ വന്നേ. ജോഷി മാഷ് ചെയ്ത തെറ്റെന്താണ് സെലിൻ? കൃഷി ചെയ്യലോ വിളവെടുപ്പ് നടത്തലോ ഒന്നും അല്ല നമുക്ക് പ്രധാനം. അതിനിപ്പോൾ ഒരു സ്കൂളിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ അതിലൂടെ നമ്മുടെ പാഠ്യപദ്ധതി ലക്ഷ്യം വെക്കുന്ന ചില കാഴ്ചപ്പാടുകളും മൂല്യങ്ങളും ഒക്കെ ഉണ്ട്. അത് കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു. അത് തന്നെയല്ലേ ജോഷി മാഷ് ചെയ്തിട്ടുള്ളൂ. മാഷി ഈ പറയുന്ന കൺസെപ്റ്റ് ഒന്നും അയാളുടെ ആക്ടിവിറ്റീസിലില്ല. കുട്ടികൾ ഓവർ സ്ട്രെയിൻ ചെയ്യിക്കാം, ഒരു ജെൻഡർ കൺസിഡറേഷൻ പോലും നൽകാതെ എപ്പോഴും ചില കുട്ടികളെ മാത്രം എൻഗേജ് ചെയ്യിക്കുക. എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല മാഷ്. സ്കൂളിൻ്റെ പൊതുവായിട്ടുള്ള നന്മ അത് മാത്രമാണ് എൻ്റെ മനസ്സിലുള്ളത്. അതിന് നിങ്ങളുടെ ഒത്തൊരുമയാണ് എനിക്ക് ആവശ്യം. പക്ഷെ ജോഷി മാഷുമായിട്ട് ചേർന്നുള്ള ഒരു കൂട്ടായ്മയ്ക്ക് മാഷിനെ പ്രതീക്ഷിക്കണ്ട. അയാൾക്ക് വൺ മൻ ഷോ കളിക്കാനുള്ള സ്ഥലമല്ല ഈ സ്കൂള്. ഈ പരിഭവവും കുറ്റപ്പെടുത്തലൊന്നും അല്ല ടീച്ചറെ വേണ്ടത്. മക്കളുടെ ഭാവി നമ്മളെ ഏൽപ്പിച്ചിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ. അത് നമ്മൾ മനസ്സിലാക്കണം. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെയൊരു സ്കൂള് വേറെ എവിടെ ഉണ്ടാവില്ല മാഷ്. ടീച്ചർ പറഞ്ഞു ശരിയാ, ഇതുപോലൊരു സ്കൂൾ വേറെ ഉണ്ടാവില്ല. ചന്ദ്രഗിരി സ്കൂൾ പോലെ മറ്റൊരു സ്കൂള്, അത് അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയുന്നത്. സ്വന്തം വീട് പോലെയോ കുടുംബം പോലെയോ സ്കൂളിനെ കാണുന്ന സാധാരണക്കാരുടെ മക്കൾ ഇവിടെ പഠിക്കുന്നത്. ഒരു നേരമെങ്കിൽ ഒരു നേരം വയറ് നിറച്ച് ഭക്ഷണം കിട്ടുമല്ലോ എന്ന് കരുതി കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞേക്കുന്ന പലരുണ്ട് ഇവിടെ. ജന്മന പല അസുഖങ്ങളുള്ള കുട്ടികളുള്ള ചന്ദ്രഗിരി. അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാമെന്നുള്ള ബോധ്യം ഉണ്ടാവണം. അത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു സ്കൂളിന്റെ ഉത്തരവാദിത്വം. നമ്മുടെ സ്പീഡ് പോസ്റ്റ് തോറ്റു പോവല്ല. മോളെ എല്ലാം കഴിക്കണട്ടാ. ഇതാരാണ് കുഞ്ഞിപ്പോത്ത്? ഓളോട് ക്യൂവിൽ നിൽക്കണ്ടെന്ന് പറഞ്ഞല്ലേ. ഇവിടെ ഇനിയിപ്പോ ഇവിടെ ഇരുന്നാ മതി കേട്ടോ. മാഷ് പോയിട്ട് എടുത്തിട്ട് വരാം. എനിക്കും വേണ്ട സാമ്പാറ്. എന്ത് പറ്റി? ആ ഇറച്ചി മീനൊക്കെ കൊടുത്ത് വീട്ടിൽ നിന്ന് പിള്ളേരെ വഷളാക്കി മാഷെ. അതാ പിള്ളേർ ഇങ്ങനെ. എനിക്ക് ഇറച്ചി മീനൊന്നല്ല ഇഷ്ടം. പിന്നെ മോക്ക് എന്താ വേണ്ടത്? ചക്കക്കുരു. ആ ചക്കക്കുരു. സാർ ചേച്ചി നാളെ ചക്കക്കുരു വേണം കേട്ടോ. ആയി ഇപ്പൊ സാമ്പാർ ഇട്ട് കുറച്ച് സാമ്പാർ ഒഴിക്ക. നാളെ ചക്കക്കുരു ഉണ്ട് കേട്ടോ. കുറച്ച് മതി.
ദക്ഷിണ കാനറയിലെ ചന്ദ്രഗിരിയിൽ ഒരു ഏകാധ്യാപക വിദ്യാലയമായാണ് ഈ സ്കൂൾ സ്ഥാപിക്കപ്പെടുന്നത്. കാഷ്യൂ പ്ലാന്റേഷൻ ആരംഭിച്ചതോടെ തൊഴിലാളികളുടെ മക്കൾക്ക് പഠിക്കാനായി അന്നത്തെ പ്ലാന്റേഷൻ ഉടമ GK പട്ടേലർ ഇത് പുനഃസ്ഥാപിച്ചു. രാഘവൻ മാഷിന്റെ വരവോടുകൂടിയാണ് സ്കൂളിന്റെ സുവർണ നാളുകൾ ആരംഭിക്കുന്നത്. മികച്ച അധ്യാപകനുള്ള സംസ്ഥാന ദേശീയ അവാർഡുകൾ നേടിയ രാഘവൻ മാഷ് പരിസ്ഥിതി പ്രവർത്തകനും അറിയപ്പെടുന്ന യക്ഷഗാന കലാകാരനുമാണ്. അച്ഛനെന്ന് നേരത്തെയാണല്ലോ. മോളെ ഇവിടെ ഇരുന്ന് ബോറടിക്കല്ലേ? എനിക്ക് കൂട്ടിന് ശാരദ ചേച്ചി വന്നിട്ടുണ്ട്. ശാരദേച്ചി, കൊറേ നേരമായി വന്നിട്ട്. ഇപ്പൊ വന്നാ മാഷെ, കൊറേ ദിവസമായി മോളെ ഒന്ന് കാണണമെന്ന് വിചാരിക്കുന്നു. ഈടെ വന്ന വേഗം പോണമെന്ന് തോന്നൂല. മിണ്ടാനും പറയാനും മോക്ക് ആരെങ്കിലും വേണ്ടേ? ആ മാഷെ, കുറച്ച് പായസ ഇളയ മോളെ കല്യാണം ഉറപ്പിച്ചതിനൊരു വഴിപാട് കഴിപ്പിച്ച. എന്റെ മോളുടെ പ്രായ മോക്ക് തണിയാൻ നിക്കണ്ട് കഴിക്കും മാഷെ. ഞാൻ കഴിച്ചോളാം. കഴിക്കും. ഞാൻ ഓർമ്മിപ്പിച്ചാലേ അച്ഛനത് കഴിക്കൂ. മോളല്ലാതെ പിന്നെ ആരാ അച്ഛനില്ലേ? വാ മാഷെ, ഞാനൊരു കാര്യം കാണിച്ചു തരാം. നോക്കിക്കേ. സ്കൂളിന്റെ ഒരു അലുമിനി അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. എല്ലാം ഓൺലൈൻ വഴിയാ. അത് കൊള്ളാം. പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹകരണം നമുക്ക് ആവശ്യമുണ്ട്. സ്കൂളിന്റെ വികസനത്തിനാണെങ്കിലും ശതാബ്ദിക്കാണെങ്കിലും. ഞാനും ഉണ്ട് മാഷെ മുമ്പ് പഠിച്ചവരെ കൂട്ടത്തില്. പക്ഷെ ഞാൻ ഈ കമ്പ്യൂട്ടറിനുള്ളിലൊന്നുമില്ലപ്പാ. മാഷൊന്ന് നോക്കിയേ ഈ റീസെന്റ് പോസ്റ്റ്. You give heart to this page. No, to my school. No, to my father. പഠിപ്പെല്ലാം കഴിഞ്ഞോ? കഴിഞ്ഞു. എന്നാ പിടി. തമ്പായ്മ രാത്രിയില് കുഞ്ഞിനെ നാളെ ആരോ കാണാൻ വരുന്നോലും മോട്ടിക്കാന്ന് വിളിച്ചു പറഞ്ഞു. അതെയാ? സർക്കാരിന് എന്താ കിട്ടുമപ്പാ വീട് വെക്കാൻ? അതിനിപ്പോ ഖജനാവിൽ പണം വേണ്ടേ തമ്പായിയമ്മേ? ഖജനാവുന്ന വേണ്ടപ്പാ, വേറെ ഒന്നും കിട്ടൂല പൈസ. കുറച്ചുകൂടെ സൗകര്യമുള്ള വീട് വേണമെന്ന് എനക്കും ആശയുണ്ടായിനി. പക്ഷെ ഇപ്പൊ അത് വേണ്ടാന്ന് വെച്ചു. എന്തിനീ? നിങ്ങൾ രണ്ടാളും ഓടും പുരുവനും പണി എടുക്കുന്നില്ലേ? എന്തിന്റെ കുറവ് നിങ്ങൾക്ക്? അമ്മമ്മ ഇങ്ങ് വന്നേ, നിങ്ങളുടെ സീരിയൽ തുടങ്ങാനായി. ആയാ പോട്ടേച്ചി. നോക്കിക്കേ. നാളെ വരുന്നവനെ എനിക്ക് പിടിച്ചാൽ മതിയായിരുന്നു. വീട്ടിലൊരു സാധനവും വാങ്ങിക്കൊണ്ടിരാൻ നേരമില്ലാത്ത ആളാന്ന് നാട്ടുകാർക്ക് അറിയില്ലല്ലോ. ഷൈനി ഒരു കട്ടൻ. എല്ലാത്തിനും പോയി തലയിട്ടോളൂ. പാർട്ടിയിൽ PTA പ്രസിഡന്റ് എന്നും പറഞ്ഞിട്ട് എത്ര നാളെ ഇങ്ങനെ നാട് നന്നാക്കാൻ നടക്കുന്നത്? ഒരു പൊതുപ്രവർത്തനാകുമ്പോ ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവും. അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. ഓ, ഇനി ഞാൻ ഒന്നും മിണ്ടുന്നില്ല. നിങ്ങൾ ഇഷ്ടം പോലെ അയക്കോ.
നിങ്ങളെ ഉപദേശിക്കാനോ നന്നാക്കാനോ ഞാനില്ല. ഒരു പൊതുപ്രവർത്തകൻ. എന്താ മാഷേ, മാഷിന്റെ എഴുത്തൊന്നും കഴിഞ്ഞില്ലേ? ഏയ് ഒരു കവറിംഗ് ലെറ്ററാ. നാളെ ഈ ഓഫീസ് വരെ ഒന്ന് പോകണം. ഞാൻ ടൈപ്പ് ചെയ്ത് തരണോ? നീ ആദ്യം മുടിയൊന്നും നന്നായിട്ട് തുറക്ക്. സ്കൂൾ മാനേജർ വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട്. അയാൾക്ക് സ്കൂൾ എങ്ങനെയെങ്കിലും പൂട്ടണം. മാഷേ, എന്നാ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാ സ്കൂൾ അടച്ചു പൂട്ടാനുള്ള അയാളുടെ നീക്കങ്ങള്. ഇപ്പൊ വീണ്ടും കടലാസ് മൂവ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു നോട്ടീസ് ഇന്ന് സ്കൂളിലേക്കും വന്നു. മാഷേ, ഒരു മാനേജർ വിചാരിച്ചാ സ്കൂൾ അങ്ങനെ പൂട്ടാൻ പറ്റുമോ? സ്കൂളിൽ ഒന്നും സംഭവിക്കില്ല മാഷേ.